ഇന്ന് പരിശുദ്ധമായ മുഹറം 9 താസുആ നോമ്പാണ്. ഇന്നത്തെ ദിവസം ചെല്ലണ്ടിയുള്ള പ്രത്യേകരമായ ദിക്റുകളുണ്ട്. മാത്രമല്ല ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ, ഇന്നത്തെ ദിവസം നമ്മൾ എപ്പോഴാണ് ദുആ ചെയ്യേണ്ടത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരും ഇത് ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലുമ്പോൾ ഇതിൻ്റെ കൂടെ ഏറ്റു ചെല്ലുക. അതുപോലെ ഈ പറയുന്നതനുസരിച്ച് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കും. വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ ഹഖ് ജാ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധമായ മുഹറം 9 താസുആ നോമ്പാണ്. എല്ലാവരും ഇന്ന് ഈ സമയം നോമ്പുകാരായിരിക്കുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് നോമ്പുകാരായതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് സൽക്രമങ്ങൾ, അൽഹംദുലില്ലാഹ്, ഒരുപാട് ദിക്റുകൾ ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ വളരെയേറെ സാധ്യതയുണ്ട് എന്ന് മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസമാണ്, പവിത്രമായ ഒരു സമയമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ പറയുന്ന ദിക്റുകൾ, നമ്മളൊക്കെ നോമ്പുകാരാണല്ലോ, എല്ലാവരും ഈ പറയുന്ന ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ എല്ലാ സങ്കടങ്ങളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിത്തരുന്നതാണ്. കൂട്ടത്തിൽ പറയാനുള്ളത്, ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലവിധ രീതിയിൽ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, വീട് പണി തുടങ്ങിയിട്ട് ഇതേവരെ പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് അതൊരു വല്ലാത്ത വിഷമത്തിൻ്റെ ഘട്ടത്തിലാണെന്ന് പറഞ്ഞവർ, അങ്ങനെ പലവിധ അസുഖങ്ങൾ ബാധിച്ചത് രോഗം ശിഫാകുന്നതിന് വേണ്ടി പലരും മറ്റു രീതിയിലൊക്കെ ഇങ്ങനെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമുക്ക് അവസാനം ദുആ ചെയ്യണം. അപ്പോൾ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധിയുമുള്ളവർ ഈ പറയുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പറയുന്ന ക്ലാസ് കേൾക്കുക, ദിക്റുകൾ കേൾക്കുക, അത് ചൊല്ലുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഇപ്പോൾ എല്ലാവരും നോമ്പുകാരാണല്ലോ. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് നോമ്പുകാരായതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഈ നോമ്പ് കൊണ്ട് നമുക്കൊരു പ്രയോജനം വേണം, നമുക്കൊരു പ്രതിഫലം കിട്ടണം. അപ്പം നോമ്പുകാർക്ക് സംഭവിക്കേണ്ട ഒരു വലിയ പാപങ്ങളിലേക്കൊന്നും പോകാതെ, അതായത് നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള മോശമായ കാര്യങ്ങളിലേക്ക് പോകാതെ, അല്ലെങ്കിൽ സിനിമ സീരിയലും കണ്ട് നമ്മൾ സമയങ്ങൾ കളയാതെ, ദിക്റുകളും അതുപോലെ തന്നെ നന്മയായ കാര്യങ്ങളുമൊക്കെ നാം ഇന്നത്തെ ദിവസം ചെയ്യാൻ ഞാൻ ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് താസുആന്റെ നോമ്പാണ്, നാളെ ആശൂറാന്റെ നോമ്പാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇന്ന് മഗ്‌രിബോടുകൂടി താസുആ നോമ്പിൻ്റെ 9ാമത്തെ നോമ്പ് കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നിലേക്ക് വരുന്നത് അതിപ്രധാനമായ ആശൂറാന്റെ ദിവസമാണ് നാളെ. അപ്പോൾ അതിന് ഒരുപാട് പവിത്രതയുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ പറയുന്ന ദിക്ർ എല്ലാവരും ചൊല്ലുക. ആദ്യമായി 70 തവണയാണ് ഇൻഷാ അല്ലാഹ് പറയുന്ന ദിക്ർ ചൊല്ലേണ്ടിയുള്ളത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം. ഒന്നും കൂടെ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ചൊല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ ചൊല്ലുക. 70 തവണയാണ് ചൊല്ലേണ്ടത്. നമുക്കിവിടെ കുറച്ച് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി
വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നീ ഈ ദിക്ർ 70 തവണ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലുക. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, നമ്മുടെ വിഷമങ്ങളെല്ലാം അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് 70 തവണ ചൊല്ലുക. അത് കഴിഞ്ഞതിന് ശേഷം 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ചെറിയ സൂറത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ ചൊല്ലുക. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എത്ര തവണയാണോ ചൊല്ലാൻ കഴിയുന്നത് അത്ര തവണ ചൊല്ലുക. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ കുറച്ച് ഓതിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും 1000 തവണ നിങ്ങളെ കൊണ്ട് എത്രയാണോ ചെല്ലാൻ പറ്റുന്നത്, സമയമുണ്ട് എങ്കിൽ അത് ഇൻഷാ അല്ലാഹ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ദിക്റുണ്ട്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന പരിശുദ്ധമായ ഒരു ദിക്ർ. ആ ദിക്ർ എല്ലാവരും ഇൻഷാ അല്ലാഹ് 70 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റിത്തരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ദിക്ർ ഒന്ന് ചൊല്ലാം. حسبي الله ونعم الوكيل نعم المولى ونعم النصير എന്നും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്നാണ് ചൊല്ലേണ്ടത്. എന്നാലും വ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്നും കൂടെ ഒന്ന് ചേർത്ത് ഓതിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് പൂർത്തിയാകും. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും പറ്റുന്നവരെ കൂടെ ചൊല്ലുക. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് എല്ലാവരും 70 തവണ ഓതിയതിന് ശേഷം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മൾ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുള്ളവരാണ്, അറിഞ്ഞും അറിയാതെയും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ. ഇൻഷാ അല്ലാഹ് ആ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ഒരു ദിക്റുണ്ട്, അതും കൂടെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം ചെയ്യുക. ഏതാണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം എന്ന ഈ പരിശുദ്ധമായ ദിക്ർ ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം മഗ്‌രിബിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നോമ്പ് തുറക്കാൻ പോകുന്ന സമയമുണ്ടല്ലോ. ഇപ്പോൾ നോമ്പിൻ്റെ ബാങ്കിൻ്റെ സമയം ഇപ്പോൾ 6:47, 48, 49 ഓരോ ജില്ലകളിലും അതനുസരിച്ചിട്ടുള്ള സമയ വ്യത്യാസം ഉണ്ടാകും. ഏതായാലും അതിന് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് മുമ്പ് എല്ലാം എൻ്റെ പ്രിയമുള്ളവരെ മാറ്റി വെച്ചിട്ട്, ചില സമയത്ത് എൻ്റെ സഹോദരിമാർക്ക് പറ്റുന്നൊരു അബദ്ധം, ആ സമയത്താണ് നമ്മൾ ഫ്രൂട്ട്സും നോമ്പ് മുറയുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഓടിപ്പോവുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഒരു സമയം, അതായത് നോമ്പ് തുറക്കുന്ന സമയത്തിൻ്റെ ദുആയ്ക്ക് വല്ലാത്ത ഇജാബത്തിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മറ്റുള്ള
പ്രവർത്തനങ്ങളിലേക്ക് പോകാതെ അതൊക്കെ കഴിഞ്ഞ് ഒന്നി അതിന് മുമ്പ് ചെയ്തു വെക്കുക, അല്ലെങ്കിൽ അതിന് ശേഷം ഇൻഷാ അല്ലാഹ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഒതുക്കി വെച്ചിട്ട് ഒരു ബാങ്കിന് മുൻപ് ഒരു 20-30 മിനിറ്റ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്കരിക്കുന്ന ഒരു റൂം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പെണ്ണുങ്ങളാണെങ്കിൽ അവിടെ, സ്ത്രീകളാണെങ്കിൽ അവരുടെ വീട്ടിൽ, പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ, പറ്റുമെങ്കിൽ പള്ളിയിൽ, അവിടെയൊക്കെ കൂടിയിട്ട് അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും വിഷമങ്ങളും, ഒരുപാട് പേര് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹു തആല അവരുടെ രോഗങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ സമയത്ത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ആ സമയത്ത് ദുആയ്ക്ക് വല്ലാത്ത ഇജാബത്തുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പോരിശയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര്, ഇന്നത്തെ ദിവസം ഏതായാലും നല്ല പവിത്രമായ ദിവസമാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുന്നത് നല്ലതാണ്. കാരണം അവിടെ ഏറ്റവും വലിയ ആഗ്രഹം ദുആയാണ്. അപ്പോൾ അവർ പ്രതീക്ഷയോടെ പറഞ്ഞതാണ്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് അവർക്കും നമുക്കും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പിടിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويسكسك الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الرحيم ലോകരക്ഷിതാവായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകം മുഴുവനും പരിപാലിക്കുന്ന പടച്ചതമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന പാപങ്ങളും നിന്റെ മഗ്ഫിറത്തിൻ്റെ വിശാലത കൊണ്ട്, അല്ലാഹുവേ, നിന്റെ കരുണ കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ നോമ്പുകൾ അല്ലാഹുവേ എന്തെങ്കിലും പോരായ്മകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ പുറത്തു തരണേ അല്ലാ. യഥാർത്ഥ നോമ്പുകാരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ കാവലെന്നും ഞങ്ങൾക്കുണ്ടാകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് പേര് പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വേദനകൾ തിന്നുന്നവരുണ്ട്. റഹീമായ കരുണയുള്ള റബ്ബേ, അവരുടെ എല്ലാ രോഗങ്ങൾക്കും നീ താമായ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ ഒരു മാരക രോഗങ്ങൾ ഞങ്ങൾക്കാർക്കും തന്ന് നീ ദുനിയാവിലിട്ട് വേദനിപ്പിക്കല്ല റബ്ബേ. രോഗങ്ങളില്ലാതെ ദുനിയാവിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തന്ന ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ നീ തൗഫീക്ക് നൽകുക അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്താ അല്ലാ. ഞങ്ങൾക്ക് പടച്ചവനെ നീ സ്വർഗം നൽകണേ തമ്പുരാനെ. ഈ ദുആകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ പറഞ്ഞ ദിക്റുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് ചെയ്യുക. അതുകൊണ്ട് എല്ലാവരും ദുആ ഇരക്കുക. ദുആ ഇരക്കുമ്പോൾ എന്നെയും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു നിങ്ങളെയും ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്തും. അല്ലാഹു തആല നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും കടങ്ങളൊക്കെ ഒരുപാടുള്ളവരുണ്ട്. അതൊക്കെ അല്ലാഹു തആല ഈ ദിവസത്തിൻ്റെ അക്ജാവ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.